படம் நல்லா இருக்கு. தமிழ் தான் புரியுது எனக்கு. നല്ല മൂവി. എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഇതെല്ലാവർക്കും ഒരു പാഠമാണ്, മനസ്സിലാക്കാൻ കുട്ടികൾക്ക് എല്ലാവർക്കും. പഴയ ലാലേട്ടൻ ക്ലിയർലി പഴയ ലാലേട്ടൻ. നേര് കിട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞു, സത്യം പറയാമല്ലോ. ഒരു ജസ്റ്റിസ് കാണുമ്പോൾ ഒരു സന്തോഷം. നേരാണ് കണ്ടത്. കൊള്ളാം, നല്ല മൂവി. അത് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാനാണ് ഞാൻ. അതിലുപരി അദ്ദേഹം വളരെ നല്ലോണം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ കുട്ടി വളരെ നല്ലോണം പെർഫോം ചെയ്തിരുന്നു. തീർച്ചയായിട്ടും. ഒരുപാട് ഇഷ്ടപ്പെട്ട പെർഫോമൻസ്? എന്തായാലും മോഹൻലാലും സിദ്ദിഖും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. സിദ്ദിഖ് ഒരു നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടർ അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അമ്മാതിരി ഹെയ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നല്ല ചുവരത്ത് ചടിക്കാൻ തോന്നി. അടിപൊളിയായിരുന്നു. ദിസ് ഈസ് ഹൗ ജസ്റ്റിസ് നീഡ്സ് ടു ബി സെർവ്ഡ്. നമ്മുടെ ലൈഫിലും ഇതുപോലെ ഉണ്ടാവണം. ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു കോർട്ടിൽ ഉണ്ടാവുന്ന ഇവൻറ്റ്സൊക്കെ. അതുപോലെ റിയൽ ലൈഫിലും നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണം. അടിപൊളിയായിരുന്നു. ഓ റിയലി ടേൺഡ് ഇൻടു എ ബ്ലൈൻഡ് ഗേൾ. അടിപൊളിയായിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി സ്റ്റിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു. ഫുൾ ഗൂസ് ബംസ്. ഭയങ്കര ഫീൽ ഗുഡായിരുന്നു. നല്ല മൂവിയായിരുന്നു. കുറേ നാളിന് ശേഷം മോഹൻലാലിൻ്റെ വളരെ നല്ലൊരു മൂവിയായിരുന്നു കാണുന്നത്. അതെ, വളരെ മികച്ച രീതിയിലാണ് ആ മൂവി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സച്ച് ആൻ എൻ്റർടൈനിങ് ആൻഡ് കുറച്ചും കൂടെ അധികം നല്ലൊരു മൂവിയാണ്. നല്ല അടിപൊളി സിനിമ, അഭിനയം, ഡയറക്ഷൻ എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ, അപ്പോൾ അത് കണ്ടിട്ട് എന്ത് തോന്നി? ഇപ്പോൾ കറന്റ് ഉള്ള ഇഷ്യൂ ആണല്ലോ ഇത് സിനിമയായിട്ട് വന്നിരിക്കുന്നത്. അതെ, നല്ല അഭിപ്രായം. പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മോഹൻലാൽ ഒരുപാട് അടിപൊളി, എല്ലാവരും അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? അനശ്വര അടിപൊളി. ബ്രോ എന്താണ് കണ്ടിറങ്ങിയപ്പോൾ ഒരു ഫീൽ എന്താണ് ഇപ്പോൾ? നല്ല സിനിമ, കുറേ നാൾക്ക് ശേഷം കണ്ട നല്ല സിനിമ. ഓക്കെ, അടിപൊളി സിനിമ, പോയി കാണുക. നല്ല ഫിലിം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും? എല്ലാം കൊള്ളാം. ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ്. സിദ്ദിഖ് ബെസ്റ്റായിരുന്നു. വളരെ നല്ല ഫിലിം. തീർച്ചയായിട്ടും സമകാലിക പ്രാധാന്യം അർഹിക്കുന്ന വളരെ നല്ലൊരു മൂവി. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ വളർത്തുന്ന രക്ഷകർത്താക്കൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലാണ് ജീത്തു ജോസഫ് ഫിലിം. തീർച്ചയായിട്ടും, വൈ നോട്ട്? തീർച്ചയായിട്ടും അത് ഒളിഞ്ഞും തിരിഞ്ഞും ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിന് ഭയന്നിട്ടായിരിക്കും രക്ഷകർത്താക്കൾ ഭൂരിഭാഗം പേര് അത് പുറമേ കൊണ്ടുവരുന്നത്. വളരെ നല്ല മൂവി. താങ്ക് യു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. പിന്നെ നല്ലതായിരുന്നു. മോഹൻലാലിന്റെ ആക്ടിങ് വളരെ നല്ലതായിരുന്നു. നല്ല മൂവിയാ. കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. റൈറ്റിങ്ങും പെർഫോമൻസും എല്ലാം നന്നായിട്ടുണ്ട്. ജീത്തു ജോസഫ്, മോഹൻലാൽ, അനശ്വര എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. നല്ല സിനിമ. ഒരു സമയം പോലും നമുക്ക് പാഴാക്കാനില്ലാത്ത പോലെ ശ്രദ്ധയോടെ ഇരിക്കുകയായിരുന്നു. നല്ല സിനിമ. നേര് കിട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞു, സത്യം പറയാമല്ലോ. ഒരു ജസ്റ്റിസ് കാണുമ്പോൾ ഒരു സന്തോഷം. നല്ല ഫിലിമാണ്. ഒരു ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് മീൻസ് റേപ്പ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഒരു അനുകൂലമായ ഒരു വിധി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ കുറേ നാളുകൾക്ക് ശേഷം മോഹൻലാലിൻ്റെ നല്ലൊരു അഭിനയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വെരി നൈസ് ഫിലിം. നല്ല സാറ്റിസ്ഫൈഡ് ആണ്. നല്ലത്, എല്ലാവർക്കും നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എനിവേ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രോബ്ലത്തെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ലതാണ്. വളരെ നന്നായിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ല മൂവിയാണ്. അടിപൊളി. എല്ലാം നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. അടിപൊളി. നല്ലതാ.
ഉണ്ടായിരുന്നു. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. ക്ലിയർലി പഴയ ലാലേട്ട്. ഫാന്റാസ്റ്റിക് ഫാന്റാസ്റ്റിക്. എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഇതെല്ലാവർക്കും ഒരു പാഠമാണ് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് എല്ലാവർക്കും படம் நல்லா இருக்கு. தமிழ் தான் புரியுது எனக்கு. നല്ല മൂവി. എങ്ങനെയുണ്ടായിരുന്നു?